പറഞ്ഞ് അങ്ങോട്ട് ഓടിയെത്തിയ അയാൾ കൂടി നിന്നവരിൽ ഒരാളോട് ചോദിച്ചു, ഇത്ര ചെറുപ്പത്തിലെ ഇവർ എങ്ങനെ ഹൃദയം പൊട്ടി മരിച്ചു? പെട്ടെന്ന് മരിക്കാൻ എന്താ കാരണമായത്? കേട്ടു നിന്നയാൾ പറഞ്ഞു, മരിച്ചതല്ല, കൊന്നതാ. അയാൾ കൊന്നതാ. ആര്? വേറെ ആര്? അവളുടെ ഭർത്താവ് എന്ന ശവന്തീനി കഴുകൻ. അമർഷത്തോടെ അത് പറഞ്ഞയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി, ആരോടോ ഉള്ള ദേഷ്യം തീർക്കാൻ എന്ന വിധം. കേട്ടു നിന്നയാൾ ആലോചനയിൽ ആണ്ട നിമിഷം മരിച്ചു കിടന്ന ഞാൻ എഴുന്നേൽക്കാൻ ഒരു ശ്രമം നടത്തി. ഇല്ല, പറ്റുന്നില്ല. ശരീരമാകെ മരവിച്ച പോലെ. എന്റെ കൈകാലുകളൊന്നും അനക്കാനാകുന്നില്ല. ദേഹത്തെ പൂക്കളുടെ സുഗന്ധം അറിയാൻ പറ്റുന്നുണ്ട്. ചുറ്റും നിൽക്കുന്നവരെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്താണ് എഴുന്നേൽക്കാനോ സംസാരിക്കാനോ കഴിയാത്തത്? എനിക്ക് ഒരുപാട് പറയാനുണ്ട് ഇനിയും. ഞാൻ അനുഭവിച്ച വേദനകൾ, ഒറ്റപ്പെടലുകൾ, വിങ്ങലുകൾ, ഓരോ രാത്രിയും എന്റെ കണ്ണുനീർ വീണ് കുതിർന്ന ദിനങ്ങളുടെ യാതനകൾ. എനിക്കിനി ഏറെ പറയാനുണ്ട് എന്നവൾ ഉറക്കെ പറയാൻ ശ്രമിച്ചു. പക്ഷെ പറ്റുന്നില്ല. നാവ് ചലിക്കുന്നില്ല. ഞാൻ മരിച്ചിട്ട് ഒരുപാട് നാളായി. എന്റെ ആത്മാവിനെ അയാൾ കൊല്ലാതെ കൊന്നു. ഇപ്പോൾ എന്റെ ശരീരവും മരവിച്ചു എന്നവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഓരോ രാത്രിയും പകലുകളും അയാൾ എന്നെ വാക്കുകൾ കൊണ്ട് കൊല്ലാതെ കൊന്നു. എനിക്കിനി പിടിച്ചു നിൽക്കാനായില്ല എന്നവൾ ഉറക്കെ കരഞ്ഞു. പക്ഷെ അത് തെറ്റാണ്, അത് വേണ്ടായിരുന്നു എന്നവൾക്ക് ഉറക്കെ പറയാൻ തോന്നി. പിടിച്ചു നിൽക്കണമായിരുന്നു ഞാൻ എന്ന് പറയാൻ തോന്നി. സ്നേഹം യാചിച്ചും പരിഗണന തിരഞ്ഞും അയാളുടെ പുറകെ ഇത്രമാത്രം ഇമോഷണൽ ട്രോമയിൽപ്പെട്ട് ശ്വാസം മുട്ടി എന്റെ ആത്മാഭിമാനം പോലും വെടിഞ്ഞ് അലയരുതായിരുന്നു. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഹൃദയം പൊട്ടി മരിച്ചത് എന്നവൾക്ക് ഉറക്കെ വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു. എനിക്കിത് ശരിയാകില്ലെന്ന് തോന്നിയപ്പോഴേ ഞാനത് വിട്ടുകളയാൻ എന്റെ മനസ്സിനെ പഠിപ്പിച്ചാൽ മതിയായിരുന്നു. യാചിച്ചു പിടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു കിടക്കുന്നത് എന്നവൾ ഉറക്കെ കരഞ്ഞു. മരണവിവരം കേട്ട് ഓടിയെത്തി ആദ്യം ചോദിച്ച ആളുടെ ചിന്തകൾ അപ്പോൾ മറ്റൊന്നായിരുന്നു. സ്നേഹമുള്ള ഒരു പെണ്ണിനെ പെട്ടെന്ന് പലർക്കും മനസ്സിലാകില്ല. സ്നേഹമുള്ള പെണ്ണിന്റെ മനസ്സ് എപ്പോഴും സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളും ദേഷ്യവും പിണക്കങ്ങളും കണ്ണീരും കൊണ്ട് നിറഞ്ഞതായിരിക്കും. അത് സ്നേഹിക്കുന്നവന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഈ ചിന്തകൾ കേട്ടു നിന്ന അവൾ ഉറക്കെ പറഞ്ഞു, അതെ അതെ, അതാണ് സത്യം. നിങ്ങൾക്കെങ്കിലും അത് മനസ്സിലായല്ലോ സഹോദര. സമയമായി, ഇനി വച്ച് താമസിപ്പിക്കേണ്ട, ബോഡി എടുക്കാം എന്നുള്ള ആരുടെയോ ശബ്ദം കേട്ടവൾ അവസാനമായി ഒന്നുകൂടി പിടഞ്ഞെണീക്കാൻ ശ്രമിച്ചു. വേണ്ട, എനിക്കിനിയും ജീവിക്കണം. ഞാൻ മരിക്കപ്പെടേണ്ടവളല്ല എന്നവൾ ഉറക്കെ കരഞ്ഞു. ഇല്ല, പറ്റുന്നില്ല. പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയവൾ സ്വയം പറഞ്ഞു, സാരമില്ല, എല്ലാം ഇതുവഴിയെ നടക്കട്ടെ. കരച്ചിൽ നിർത്തി, ചിന്തകളെ നിർത്തി അവൾ ശാന്തമായി കിടന്നു. വിലാപയാത്ര പതിയെ മുന്നോട്ട് നീങ്ങി. മരണപ്പെട്ടവളുടെ ആത്മവിലാപത്തിന്റെ അവസാന യാത്ര.